ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തഥാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ 3 ക്ലാസ്സായി ദാമോദര മാസം തുടങ്ങിയതിന് ശേഷം ദാമോദര മാസ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ചർച്ച ചെയ്തു. 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ദാമോദര ലീലയുടെ പശ്ചാത്തലം നമ്മൾ ചർച്ച ചെയ്തു. 3ാമത്തെ ക്ലാസ്സിൽ ദാമോദര ലീലയുടെ കൂടുതൽ വിശദീകരണങ്ങൾ, ലീല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദാമോദര ലീലയാണ് ചർച്ച ചെയ്തത്. മനോഹരമായിട്ടുള്ള അതിമധുരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കൃഷ്ണൻ്റെ ലീലയാണ് ദാമോദര ലീല. എല്ലാ വർഷവും ഈ ഒരു മാസത്തെ നമ്മൾ പല പ്രാവശ്യം കേൾക്കുന്നുണ്ട്. എത്ര കേട്ടാലും മതിയാവില്ല. കൃഷ്ണൻ്റെ ലീലകൾ അതിമധുരമാണ്. ഭഗവാൻ കൃഷ്ണൻ ഒരുപാട് ലീലകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കൃഷ്ണന് ഇഷ്ടപ്പെട്ട കുറേ ലീലകളുണ്ട്. എല്ലാ ലീലകളും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. എന്നാൽ പ്രത്യേകിച്ചും വാത്സല്യ രസത്തിൽ ചെയ്തിട്ടുള്ള ലീലകളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ലീലയാണ് ദാമോദര ലീല. അതുകൊണ്ട് തന്നെയാണ് ഒരു മാസം മുഴുവനും കൃഷ്ണൻ ആഗ്രഹിക്കുന്നു നമ്മൾ ദാമോദരാഷ്ടകം ചൊല്ലണമെന്നും അതേപോലെ തന്നെ ഈ ലീല ചർച്ച ചെയ്യുന്നു കൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും. ഹരികൃഷ്ണ പ്രസ്ഥാനവും ഗൗഡിയ വൈഷ്ണവരും പ്രത്യേകിച്ചും ഗൗഡിയ വൈഷ്ണവരും ഹരികൃഷ്ണ പ്രസ്ഥാനക്കാരും അതല്ലാതെ ഈവൻ വൃന്ദാവനത്തിലെ ബ്രജവാസികളും ഈ ഒരു ലീല പ്രത്യേകിച്ചും ഈ ഒരു മാസം ദാമോദര ലീല ഈ ഒരു മാസം ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണാം. അപ്പോൾ ഭഗവാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും. എല്ലാ സ്ഥലങ്ങളിലും കാലത്തും വൈകിട്ടും വൈകുന്നേരവും ഉച്ചയ്ക്കും രാത്രിയിലെല്ലാം ദാമോദര ലീല ചർച്ചകൾ നടക്കുന്നു, ഡിസ്കഷൻസ് നടക്കുന്നു, ദാമോദര അഷ്ടകം ചൊല്ലുന്നു. ഒരുപാട് മഹത്വപൂർണ്ണമാണ്. ഹരിഭക്തി വിലാസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ശില സനാതൻ ഗോസ്വാമി പറയുന്നുണ്ട് ദാമോദര അഷ്ടകത്തിൻ്റെ ദാമോദര ലീലയുടെയും ദാമോദര അഷ്ടകത്തിൻ്റെ മഹാത്മ്യവും. ദാമോദര അഷ്ടകം നമ്മളെല്ലാവരും ദാമോദര മാസത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ മിനിമം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലുന്നുണ്ടാവും. അതേപോലെ ഭഗവാന് നെയ്ത്തിരി കാണിക്കുന്നുണ്ടാവും, വിളക്ക് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് വളരെ മഹത്വപൂർണ്ണമാണ്. ഹരിഭക്തി വിലാസത്തിലെ അവിടെ ഹരിഭക്തി വിലാസത്തിൽ പറയുന്നു, കാർത്തിക മാസത്തിൽ ഭഗവാൻ ദാമോദരന് ദാമോദരാഷ്ടകം ചൊല്ലിക്കൊണ്ട് ആരാണോ ദീപം കാണിക്കുന്നത്, നെയ്ത്തിരി കാണിക്കുന്നത്, സർവശ്രേഷ്ഠമാണ്, അതിഉത്തമമാണെന്ന് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ലീല ചർച്ച ചെയ്തതുകൊണ്ട് ഇനി ലീലയിലേക്ക് വീണ്ടും പോകുന്നില്ല. നമുക്കിന്ന് സമയം ഉള്ളതുപോലെ ദാമോദര അഷ്ടകത്തിൻ്റെ വെറും ഓവർവ്യൂ, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതിമനോഹരമാണ് ദാമോദര അഷ്ടകം. അതേപോലെ തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഉണ്ട്. ശില സനാതൻ ഗോസ്വാമി ഭാവാർത്ഥം എഴുതിയിട്ടുണ്ട് ഈ ദാമോദര അഷ്ടകത്തിൻ്റെ മുകളിൽ. ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത കാർത്തിക്കിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ ആ ഒരു ചർച്ച നമുക്ക് സീരീസ് ആയിട്ട് ചർച്ച ചെയ്യാനുള്ളതുണ്ട്. അത്ര അധികമുണ്ട്, എക്സ്പ്ലനേഷനുണ്ട്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ ആചാര്യന്മാരെ കുറേ പേര് ദാമോദര ലീലയിലും ദാമോദര അഷ്ടകത്തിലും ഭാവാർത്ഥം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാനുള്ളൊരു സൗഭാഗ്യം കിട്ടുവാണെങ്കിൽ ചർച്ച ചെയ്യാം. എന്നാൽ ഇന്ന് നമ്മൾ ദാമോദര അഷ്ടകത്തിൻ്റെ ഓവർവ്യൂ ആയിട്ട് അതിൻ്റെ ദാമോദര അഷ്ടകത്തിൻ്റെ അർത്ഥം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കൂട്ടത്തിൽ ദാമോദര ലീലയിൽ നിന്ന് പഠിക്കാവുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്, ലെസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ദാമോദര അഷ്ടകത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ, ആ 2 ശ്ലോകങ്ങളിൽ ഈ ദാമോദര ലീല പറയുകയാണ് ചെയ്യുന്നത്. ദാമോദര ലീലയെക്കുറിച്ച് സത്യവ്രത മുനി ആദ്യത്തെ 2 ശ്ലോകത്തിൽ പറയുന്നു. എന്താണ് ലീലയുടെ ഒരു എസെൻസ് അദ്ദേഹം തരുന്നുണ്ട് ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം
ലസത്കുണ്ടലം ഗോകുലേ ഭ്രാജമാനം യശോദാഭിയോലുകലാധവമാനം പരാമൃഷ്ടമത്യന്തോ തോധൃത്യഗോപ്യ. അതിമനോഹരമായിട്ട് ചില സത്യവ്രതമുനി, ഇത് സത്യവ്രതമുനിയും നാരദമുനിയായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. നാരദമുനി അതേപോലെ ശൗനക ഋഷി അവർ രണ്ടുപേരോടും സത്യവ്രതമുനി സംസാരിക്കുന്നതാണ് ആക്ച്വലി ഈ ഒരു ലീലയെക്കുറിച്ചും. ഈ അഷ്ടകം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ സത്യവ്രതമുനി പറയുന്നു, നമാമി ഈശ്വരം, നമാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമസ്കരിക്കുന്നു ഈശ്വരൻ ഭഗവാൻ കൃഷ്ണൻ. ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എല്ലാത്തിൻ്റെയും കൺട്രോളർ, എല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തി, അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അർത്ഥം. അപ്പോൾ ഈശ്വരൻ, നമ്മൾ ഈവൻ ദേവതമാരെയും ഈശ്വരൻ എന്ന് വിളിക്കുന്നത് കേൾക്കാം അല്ലേ? പല ദേവതമാരെയും ഈശ്വരൻ എന്ന് വിളിക്കും. എന്നാൽ പരമേശ്വരൻ എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണനാണ്. ചില സമയങ്ങളിൽ മഹാദേവൻ ഭഗവാൻ ശിവനെയും ഈ പരമേശ്വരൻ എന്ന് വിളിക്കുന്നു കേൾക്കാം. അത് ഒരു തരത്തിൽ നോക്കുമ്പോൾ ഭൗതിക ലോകത്തിൻ്റെ പരമേശ്വരനായിട്ട് കണക്കാക്കുന്നു മഹാദേവനെ. കാരണം നമ്മൾ ഇതിനു മുമ്പുള്ള ചർച്ചകളിൽ, മുമ്പുള്ള സെഷനുകളിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് മഹാദേവൻ്റെ ഒരു പൊസിഷൻ. ഭഗവാൻ വിഷ്ണു, മഹാവിഷ്ണു സൃഷ്ടി ചെയ്യുന്ന സമയത്ത്, സൃഷ്ടി നടത്തുന്ന സമയത്ത്, ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി നടക്കുന്ന സമയത്ത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ അദ്ദേഹം സൃഷ്ടിക്കുന്നു. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ വന്നതിന് ശേഷം അതേപോലെ ജീവജാലങ്ങളെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പ്രകൃതിയിലേക്ക്, ജീവജാലങ്ങളും അതേപോലെ തന്നെ ഭൗതിക മൂലകങ്ങളും, 24 മൂലകങ്ങളും ജീവജാലങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദകസായ വിഷ്ണു പ്രകൃതിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതി ഓൾറെഡി മഹത്തത്വത്തിൽ ഈ 24 മൂലകങ്ങൾ ഭഗവാൻ സൃഷ്ടിക്കുന്നു. ഇനി ജീവാത്മാക്കളെ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം ജീവാത്മാക്കളുടെ വിത്ത് പാകുന്നു. എവിടെ? പ്രകൃതിയിൽ, അല്ലെങ്കിൽ പ്രധാനം, അല്ലെങ്കിൽ പ്രകൃതി മഹത്തത്വത്തിൽ എന്ന് പറയാം. അപ്പോൾ ജീവാത്മാക്കളെ കൊടുക്കുന്നത് ആരാണ്? മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണു ജീവാത്മാക്കളെ പ്രകൃതിയാവുന്ന മഹത്വത്തിൽ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ബീജത്തെ കൊടുക്കുന്നത് ആര് വഴിയാണ്? മഹാദേവൻ വഴിയാണ്. കാര്യം ഭഗവാന്റെ ദൃഷ്ടിയിലൂടെയാണ് ഇത് നടക്കുന്നത്. ഭഗവാന്റെ ദൃഷ്ടിയിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലൂടെയാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത്. ഒരു സാധാരണ ഒരു മനുഷ്യരുടെ പോലെയല്ല, ഒരു സ്ത്രീയും പുരുഷനും പോലുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. ഭഗവാന്റെ ദൃഷ്ടിയിലൂടെയാണ് ജീവജാലങ്ങളെ പ്രകൃതിയാവുന്ന ആ സ്ത്രീയിലേക്ക് അദ്ദേഹം ബീജത്തെ കൊടുക്കുന്നത്, ജീവജാലങ്ങളെ കൊടുക്കുന്നത്. ഇനി ബീജം കൊണ്ടുപോകുന്നത് ആരാണ്? സീഡ് കൊണ്ടുപോകുന്നത് ആരാണ്? മഹാദേവനാണ്. കാര്യം ഭഗവാൻ പ്രകൃതിയെ നേരിട്ട് തൊടാൻ ആഗ്രഹിക്കുന്നില്ല, ഭൗതിക പ്രകൃതിയെ നേരിട്ട് തൊടാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ആ ഒരു റോൾ എടുക്കുന്നത് ദുർഗാദേവിയാണ്. ദുർഗാദേവി ഭഗവാന്റെ സഹോദരിയാണ്, മാത്രമല്ല മഹാദേവൻ്റെ പത്നിയാണ്. അപ്പോൾ അദ്ദേഹം മഹാദേവനെയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മഹാദേവനാണ് ഭഗവാൻ ശിവനാണ് മഹാവിഷ്ണുവിൻ്റെ ഈ ജീവാത്മാക്കളുടെ ആ ബീജത്തെ കൊണ്ട് പ്രകൃതിയാവുന്ന ദുർഗയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമ്മയായിട്ട് പലപ്പോഴും ജഗദംബ എന്ന് ദേവിയെ വിളിക്കാറുണ്ട്. അപ്പോൾ ഭൗതിക ലോകത്തിൻ്റെ ജഗദംബ എന്ന് വിളിക്കുന്നതിന് തെറ്റില്ല ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ. കാര്യം ആ ഒരു റോള് പ്രകൃതി ദുർഗാദേവി എടുക്കുന്നുണ്ട്. എന്നാൽ ഈ ജഗത്തിൻ്റെ പിത എന്നും ചില സമയത്ത് മഹാദേവനെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പരമേശ്വരൻ എന്ന് വിളിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആ അച്ഛൻ്റെ റോളാണ് എടുക്കുന്നത്. പക്ഷേ ആരുടെയാണ് ബീജം കൊണ്ടുവരുന്നത്? വിഷ്ണുവിൻ്റെയാണെന്ന് മാത്രം. വിഷ്ണു പിക്ചറിലില്ല. കാര്യം ഭഗവാൻ വിഷ്ണു ഭൗതിക ലോകത്തിൻ്റെ മൂലകങ്ങളെയും ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നു, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. പിന്നീടുള്ള രണ്ടാമത്തെ വിസർഗം നടക്കുന്നത് ബ്രഹ്മാവാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ആളുകളുടെ കർമ്മം അനുസരിച്ച് ഓരോ ജീവജാലങ്ങളെ വേണ്ട ബ്രഹ്മാണ്ടങ്ങളിലേക്കോ അല്ലെങ്കിൽ വേണ്ട ലോകങ്ങളിലേക്കോ മാറ്റുന്നു. അതേപോലെ തന്നെ ഓരോരുത്തർക്ക് ഉതകുന്ന കർമ്മം അനുസരിച്ചിട്ടുള്ള ശരീരങ്ങളും പ്രദാനം ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ബ്രഹ്മാവാണ്.
അപ്പോൾ ബാക്കിയെല്ലാം റെപ്രസെൻറ്റേറ്റീവ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ അതുകൊണ്ട് പരമേശ്വരൻ എന്നുള്ള ആ ഒരു പ്രയോഗം അല്ലെങ്കിൽ ആ ഒരു വാക്ക് നമ്മൾ മഹാദേവൻ ഉപയോഗിക്കുന്ന കേൾക്കാം. പക്ഷെ എന്നാലും പരമേശ്വരൻ ഈ ഭൗതിക ലോകത്തിൻ്റെ മാത്രമല്ല ആധ്യാത്മലോകം കൂടെ ചേർത്ത് നമ്മൾ പറയുമ്പോൾ അത് പരമദൈവോത്തമ പുരുഷൻ കൃഷ്ണൻ മാത്രമാണ്. അപ്പോൾ നമാമി ഈശ്വരം സച്ചിദാനന്ദ രൂപം. ഒരു നിമിഷം. ഹരേ കൃഷ്ണ, ക്ഷമിക്കണം. നമാമി, ഞാൻ നമിക്കുന്നു, ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപമുള്ള, സച്ചിദാനന്ദ സ്വരൂപം നമുക്കറിയാം, സത് ചിത് ആനന്ദ. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ളത്, ചിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അറിവും ഉള്ളത്, ആനന്ദം എന്ന് പറഞ്ഞാൽ പരമാനന്ദം. സച്ചിദാനന്ദ സ്വരൂപമാണ് ഭഗവാന്റെ. ഞാൻ നമിക്കുന്നു എന്നാണ് സത്യവ്രത മുനി പറയുന്നത്. ലസത് കുണ്ടലം ഗോകുലെ ബ്രാജമാനം. ഇനി കൃഷ്ണൻ്റെ ആ രൂപമാധുര്യയെക്കുറിച്ചാണ് പറയുന്നത്. ബ്രജ അല്ലെങ്കിൽ ഗോകുലത്തിൽ അദ്ദേഹം ഓടി നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ, കണ്ണൻ്റെ ചെവിയിൽ എന്താണുള്ളത്? ഭംഗിയുള്ള കുണ്ടലമുണ്ട്, ഭംഗിയുള്ള കമ്മലുണ്ട്. ആ കമ്മലുകൾ ഇങ്ങനെ നടക്കുമ്പോഴും ഓടുമ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്. യശോദാഭിയ ഊലുകലാദ് ധാവമാനം. യശോദാഭിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യശോദറാണിയെ പേടിച്ച്, ഉലൂകലാത് ധാവമാനം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഈ ഒരലിൻ്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുന്നു എന്നാണ് പറയുന്നത്. ഉലൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണെന്നുള്ളത്. ഈ ഒരലിനെയാണ് പറയുന്നത്. ഉലൂകലാത് ധാവമാനം, അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? യശോദാഭിയ, യശോദറാണിയെ പേടിച്ചുകൊണ്ട്. പരാമൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യശോദറാണി അദ്ദേഹത്തെ പിടിക്കുന്നു, പുറകിൽ നിന്ന് പിടിക്കുകയാണ്, കൃഷ്ണനെ പിടിക്കുകയാണ്. അത്യം തതം ധൃത്യ, പരാമൃഷ്ടം അത്യന്തം തതം ധൃത്യ എന്ന് ഉദ്ദേശിക്കുന്നു ഓടിപ്പോയി, യശോദറാണി ഓടിപ്പോയി പുറകിൽ നിന്ന് കൃഷ്ണനെ പിടിക്കുന്നു. ഗോപ്യ എന്ന് പറഞ്ഞാൽ യശോദ. അതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൽ. ആദ്യത്തെ ശ്ലോകത്തിൽ ചുരുക്കം പറയുകയാണെങ്കിൽ ആ ലീലയുടെ ഭൂരിഭാഗവും പറയുന്നുണ്ട്. അതായത് കൃഷ്ണൻ്റെ ആ ഒരു രൂപമാധുര്യയെക്കുറിച്ച് പറയുന്നു. കൂട്ടത്തിൽ അവിടെ പറയുന്നു, കുറുമ്പ് കാണിച്ചതിന് ശേഷം എല്ലാ കലങ്ങളും, വെണ്ണയുള്ള കലങ്ങളെല്ലാം പൊട്ടിച്ചതിന് ശേഷം അതെല്ലാം കഴിക്കുന്നു, പിന്നെ അവിടെ എല്ലാം മോശമാക്കുന്നു, എന്നിട്ട് ഓടിപ്പോകുന്നു അല്ലേ. ഓടിപ്പോയി അദ്ദേഹം ഒരലിൻ്റെ മുകളിൽ കയറിയിരുന്ന് വെണ്ണയെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു കുരങ്ങന്മാർക്കും എല്ലാവർക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പോൾ യശോദറാണി പുറകിൽ പോവുകയാണ്, ഓടുന്നു. യശോദറാണി കണ്ടപ്പോൾ ഒരലിൻ്റെ മുകളിലുണ്ടായിരുന്ന കൃഷ്ണൻ ചാടി ഇറങ്ങി ഓടുന്നു, പുറകിൽ യശോദറാണി ഓടുന്നു. എന്നിട്ട് പുറകിൽ നിന്ന് കൃഷ്ണനെ പിടിക്കുന്നു. ആ ദാമോദരൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് സത്യവ്രത മുനി ഇവിടെ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കൂടുതൽ വിശദീകരണമില്ല, കാരണം നമ്മൾ ലീല വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി അടുത്ത ശ്ലോകം. രുദന്തം മുഹുർനേത്ര യുഗ്മം മൃജന്തം കാരാംബോജയുഗ്മേന സാതംഗനേത്രം. രുദന്തം മുഹുർനേത്ര. രുദന്തം എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ. കണ്ണൻ കരയുവാണ്. മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, കുട്ടികൾ കരയുന്ന പോലെ ഇങ്ങനെ വിങ്ങി വിങ്ങി കരയാന്ന് പറയില്ലേ, ആ വിങ്ങി വിങ്ങി കരയൽ നമ്മുടെ കണ്ണനാണ് അതിൻ്റെ തുടക്കം. ഇവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുവാണ് കൃഷ്ണൻ. രുദന്തം മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും രുദന്തം കരയുന്നു. നേത്രയുഗ്മം, രണ്ട് കണ്ണുകളുടെ കാര്യം പറയുന്നു. മൃജന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് ഇങ്ങനെ നമ്മൾ തിരുമ്പുകയാണ് ചെയ്യുന്നത്. രണ്ട് നേത്രയുഗ്മം എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകൾ കൃഷ്ണൻ തിരുമുന്നു. മൃജന്തം എന്തുകൊണ്ടാണ് തിരുമുന്നത്? കര അംബോജ യുഗ്മേന. അതായത് ഇവിടെ കൈകളെ, അദ്ദേഹത്തിൻ്റെ കരങ്ങളെ അംബോജ അല്ലെങ്കിൽ അംബോജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയായിട്ട് ഉപമിക്കുന്നു. ആ താമര പോലുള്ള കൈകൾ ഉപയോഗിച്ച്
അദ്ദേഹം മൃജന്തം കണ്ണുകൾ തിരുമ്പുന്നു, നേത്രയുഗ്മം, മൃജന്തം നേത്രയുഗ്മം, കണ്ണുകളെ അദ്ദേഹം തിരുമ്പുവാണ് രണ്ട് കൈകൾ ഉപയോഗിച്ച്, രണ്ട് താമര പോലുള്ള കരാ അംബോജ യുഗ്മേന. ഇനി അവിടെ സത്യവ്രത മുനി പറയുന്നു കൃഷ്ണൻ്റെ കണ്ണുകൾ അപ്പോൾ എങ്ങനെയാണ്? സാ ആതങ്ക നേത്രം. സാ ആതങ്ക നേത്രം എന്ന് പറഞ്ഞാൽ, ആതങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ടെറർ എന്ന് പറയും. ടെറർ, നമ്മൾ ആതങ്കവാദി എന്ന് ഹിന്ദിയിൽ പറയും തീവ്രവാദികളെ. ഈ ആതങ്കം എന്ന് ഉദ്ദേശിക്കുന്നത് ടെറർ, ടെററിസ്റ്റ്, ആതങ്കവാദി എന്ന് പറഞ്ഞാൽ. ഇവിടെ ആതങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഭയമാണ്, ഭയം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യശോദറാണിയുടെ കയ്യിലുള്ള വടി കണ്ടിട്ട്, വടി കാണുന്നു, അതേപോലെ യശോദറാണി അടിക്കുമെന്ന്, പണിഷ്മെൻറ്റ് തരുമെന്നുള്ള പേടി കൊണ്ട് കരയുവാണ് കൃഷ്ണൻ ചെയ്യുന്നത്. വിങ്ങി വിങ്ങി കരയുവാണ്. അപ്പോൾ ആ കണ്ണിൽ ആ പേടി, ഭയം കാണാം. അതാണ് പറയുന്നത് സാ ആതങ്ക നേത്രം. പിന്നെ പറയുന്നു മുഹുശ്വാസ. മൂന്നാമത്തെ വരി എങ്ങനെയാണ്? മുഹുശ്വാസ കമ്പാത്രീരേഖ കണ്ഠ സ്ഥിതഗ്രൈവം ദാമോദരം ഭക്തിബദ്ധം. മുഹുശ്വാസ, വീണ്ടും അവിടെ മുഹു എന്ന് ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. അതായത് വീണ്ടും കൃഷ്ണൻ ഇങ്ങനെ ശ്വാസം വിടുവാണ്. അതായത് പേടി വരുമ്പോൾ കുട്ടികൾ വിങ്ങി വിങ്ങി കരയുമ്പോൾ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ശ്വാസം വലിച്ചിട്ടാണ് ഇങ്ങനെ വിങ്ങുന്നത്. അതേപോലെയല്ല നമ്മുടെ ബ്രജേന്ദ്രനന്ദൻ കൃഷ്ണൻ ചെയ്യുന്നതാണ് നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾ ചെയ്യുന്നത്. പക്ഷേ അത് വേറെ കാര്യങ്ങൾക്കാന്ന് മാത്രം. ഇത് ഒറിജിനൽ, ഇവിടെയുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റ്. എന്താണെങ്കിലും ഇതെല്ലാം തുടങ്ങുന്നത് ദാമോദരനിൽ നിന്നാണ്. ഇപ്പോൾ മുഹു ശ്വാസം ഇങ്ങനെ വിടുന്നു, ശ്വാസം ഇങ്ങനെ എടുക്കുന്നു, വിടുന്നു. അപ്പോൾ ഇങ്ങനെ ശരീരം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നെഞ്ചിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു, വിങ്ങുന്നുണ്ട്. കൂട്ടത്തിൽ കമ്പ, വിറയ്ക്കുന്നുണ്ട്, പേടി കൊണ്ട് വിറയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ത്രിരേഖ അങ്ക കണ്ഠ. ത്രിരേഖ, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ, കണ്ഠത്തിൽ 3 വരികളുണ്ട്. ഈ 3 വരികൾ ശംഖ് എടുക്കുകയാണെങ്കിൽ ശംഖിൻ്റെ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറച്ച് മാർക്കുകൾ കാണാം. അതേപോലെ കൃഷ്ണൻ്റെ കഴുത്തിൽ ത്രിരേഖ ഉണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നു. മനോഹരമായിട്ടുള്ള ത്രിരേഖ. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ ഈ 3 രേഖകൾ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ വേറെ ആചാര്യന്മാർ പറയുന്നുണ്ട് കഴുത്തിൽ മാത്രമല്ല, രൂപഗോസ്വാമി പറയുന്നുണ്ട് കഴുത്തിൽ മാത്രമല്ല ഈ ത്രിരേഖ ഉള്ളത്, വയറിൻ്റെ 2 ഭാഗത്തുമുണ്ട്. കാര്യം കണ്ണൻ നല്ല ഉണ്ടക്കുട്ടിയാണ്. വെണ്ണ കഴിച്ച് ഉണ്ടയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല തടിയാണ്. അപ്പോൾ ഇവിടെ തിരിയുമ്പോഴൊക്കെ 3 വരകൾ വയറിൻ്റെ 2 ഭാഗത്തും കാണാം. അങ്ങനെയാണ് കൃഷ്ണൻ്റെ ത്രിരേഖി എന്നുള്ളൊരു പേര് ശിലരൂപ ഗോസ്വാമി വിളിക്കുന്നുണ്ട് കൃഷ്ണനെ. എല്ലാ 3 വരകൾ, 3 മാർക്കുള്ള കൃഷ്ണൻ പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ 2 വയറിൻ്റെ സൈഡിലും അതേപോലെ കഴുത്തിലും ത്രിരേഖ അങ്ക കണ്ഠ. ഇവിടെ കണ്ഠത്തെക്കുറിച്ച്, കണ്ഠത്തിലുള്ള അല്ലെങ്കിൽ ഇവിടെ കഴുത്തിലുള്ള രേഖകളെയാണ് 3 വരകളെയാണ് പറയുന്നത്. സ്ഥിതഗ്രൈവ ദാമ ഉദരം ഭക്തിബദ്ധം. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ശ്വാസം വലിച്ചു വിടുന്നുണ്ട്, വിങ്ങി കരയുകയാണ്, വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഭംഗിയുള്ള ഗ്രൈവ എന്ന് പറയുന്നത് ഭംഗിയുള്ള നെക്ലസ്സുകൾ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് ഉണ്ട്. യശോദറാണി ഇതെല്ലാം കൃഷ്ണനെ ഭംഗിയായി ധരിപ്പിക്കും. എല്ലാ ദിവസവും എപ്പോഴും കൃഷ്ണൻ എപ്പോഴും ഫുൾ ഡെക്കറേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. കരയുമ്പോൾ ഇങ്ങനെ ശ്വാസം എടുത്തു വിടുന്നു, അപ്പോൾ ഇതെല്ലാം അനങ്ങുന്നുണ്ട്, കൂടെ കൃഷ്ണൻ വിറയ്ക്കുന്നുണ്ട്. ഈ മനോഹരമായിട്ടുള്ള രൂപമാണ് സത്യവ്രത മുനി അദ്ദേഹം ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ധ്യാനിക്കുന്നു ഈ മനോഹരമായിട്ടുള്ള ദാമോദരൻ്റെ രൂപത്തെ. ദാമ ഉദരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാമ എന്ന് പറഞ്ഞാൽ കയർ ഉപയോഗിച്ച് യശോദറാണി കെട്ടുവാണ് ചെയ്യുന്നത് അല്ലേ, ഭക്തിബദ്ധം. എന്നാൽ കയർ ഉപയോഗിച്ചല്ല കെട്ടുന്നത്, ഭക്തിയിലൂടെയാണ് കെട്ടുന്നത്. അല്ലാതെ കൃഷ്ണനെ കെട്ടുവാൻ ആർക്കും സാധിക്കില്ല. ഭഗവാനെ ആർക്കാണ് കെട്ടാൻ സാധിക്കുന്നത്?
എന്നാൽ നേരെ മറിച്ച് ഭക്തി ഉണ്ടെങ്കിൽ ഭക്തിയിലൂടെ കൃഷ്ണനെ കീഴടക്കാൻ സാധിക്കും. ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഭക്തിബദ്ധം ധാമ ഉദര ഭക്തിബദ്ധം. ഭക്തിയോടുകൂടി യശോദറാണി ഭക്തി മൂലമാണ് ഭഗവാനെ അവിടെ കെട്ടുന്നത്, അല്ലാതെ കയറുപയോഗിച്ച് കെട്ടുകയല്ല. കയറാണ് എക്സ്റ്റേണലി, പക്ഷേ കയറുപയോഗിച്ച് കെട്ടാൻ ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല അല്ലേ? നമുക്കറിയാം, അവിടെയുള്ള ഗോകുലത്തിലുള്ള കയറുകളെല്ലാം കൊണ്ടുവന്ന് നോക്കി, എന്നിട്ടും നടക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം കൃഷ്ണൻ സമ്മതിക്കുകയാണ്. എന്തുകൊണ്ട് സമ്മതിക്കുന്നു? യശോദറാണിയുടെ ഹൃദയത്തിലുള്ള ഭക്തി കൃഷ്ണൻ തിരിച്ചറിയുന്നു, കാണുന്നു. അങ്ങനെ ഭക്തി മൂലം അദ്ദേഹം പിടികൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഭക്തിബദ്ധം എന്നിവിടെ പറയുന്നത്. ഭക്തിയിലൂടെ അല്ലാതെ ഒരു വഴിയുമില്ല ഭഗവാനെ കീഴ്പ്പെടുത്താൻ. നമ്മളാരും ഭഗവാനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നില്ല. എന്നാലും ഭഗവാന്റെ ആ ഒരു കൃപ പാത്രമാവണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭക്തി മാത്രമേ ഭഗവാനെ ആകർഷിപ്പിക്കുന്നുള്ളൂ. ബാക്കിയൊന്നും തന്നെ ഭഗവാനെ ആകർഷിപ്പിക്കുന്നില്ല. ഭക്തിയുത സേവനങ്ങൾ മാത്രം, വേറൊന്നുമില്ല. ഭക്തിയ തുഷ്യതി കേവലം നജ ഗുണേർ ഭക്തി പ്രിയോ മാധവ. മാധവന് പ്രിയമായിട്ടുള്ളത് ഭക്തി മാത്രമാണ്, വേറൊന്നുമല്ല. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ രണ്ട് ശ്ലോകത്തിലുമായിട്ട് ഇവിടെ ദാമോദര ലീല വർണ്ണിക്കുന്നു, അദ്ദേഹം വിവരിക്കുന്നു സത്യവ്രത മുനി. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ഇതി ദൃക് സ്വലീലാഭിർ ആനന്ദകുണ്ടേ സ്വഘോഷം നിമജ്ജന്തം ആഖ്യാപയന്തം തദീയേഷിതാജ്ഞേഷോർഭക്തേർജിതത്വം പുനഃ പ്രേമതാസ്തം ശതാവൃത്തിവന്ദേ. അതിമനോഹരം. ഇവിടെ പറയുന്നു ഇതി ദൃക്. അങ്ങനെ ഈ മനോഹരമായിട്ടുള്ള ദാമോദര ലീല നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോകുലത്തിൽ. സ്വലീലാഭി, ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകളാണ് ഇതെല്ലാം. ആനന്ദകുണ്ടേ സ്വഘോഷം നിമജ്ജന്തം അഖ്യാപയന്തം. കൃഷ്ണൻ്റെ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ദാമോദര ലീലയിലൂടെ അവിടെയുള്ള ഗോകുലത്തിലുള്ള എല്ലാവരെയും, സ്വഘോഷം എന്ന് പറഞ്ഞാൽ ഫാമിലിയിലുള്ള കുടുംബത്തിലുള്ളവരും അതേപോലെ തന്നെ ഗോകുലത്തിലെ എല്ലാവരും, എല്ലാ ഗോകുലവാസികളെയും ആനന്ദകൊണ്ടേ, ആനന്ദത്തിൻ്റെ സമുദ്രത്തിൽ, ആനന്ദത്തിൻ്റെ നദിയിൽ അവർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം കൃഷ്ണൻ്റെ മനോഹരമായിട്ടുള്ള ലീലയിൽ അവർ മുഴുകി. നിമജ്ജന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. മുഴുകിക്കൊണ്ട് അവർ ആനന്ദത്തിലാണ്, എല്ലാവരും ആനന്ദ സമുദ്രത്തിലാണ്. മനോഹരമായിട്ടുള്ള ലീല. തദീയ ഈഷിതാജ്ഞേഷു ഭക്തേജിതത്വം. സത്യവ്രത മുനി പറയുന്നു, തദീയ ഈഷിതജ്ഞേഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യഭാവത്തോടു കൂടി ആരാണോ കൃഷ്ണനെ അപ്രോച്ച് ചെയ്യുന്നത്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഐശ്വര്യഭാവത്തോടു കൂടി ഭഗവാനെ നമുക്ക് ഇവിടെ യശോദറാണി കെട്ടാൻ നോക്കുകയാണ് ചെയ്യുന്നത്, നടക്കില്ല. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു, ഭക്തിയിലൂടെയാണ്, ഭക്തിബദ്ധം എന്നാണ് പറയുന്നത്. ഇവിടെയും അതാണ് പറയുന്നത്. തദീയ ഈഷിതജ്ഞേഷു, ഐശ്വര്യഭാവത്തിൽ ഭഗവാന്റെ മെജസ്റ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു പരമദൈവത്വം പുരുഷൻ, ആ റെസ്പെക്റ്റ്, അതായത് വൈകുണ്ഠത്തിലെ വിഷ്ണുവിനോട് തോന്നുന്ന ആ ബഹുമാനവും അല്ലെങ്കിൽ ആദരവും, ആ ഒരു ഭാവത്തോടു കൂടി നമ്മൾ ദാമോദരനെയോ വൃന്ദാവനത്തിലെ കൃഷ്ണനെയോ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് നടക്കില്ല. കാര്യം അവിടെ ഭക്തിയാണ് വേണ്ടത്. അവിടെ ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമഭക്തിയാണ്. അവിടെയുള്ള മൂഡും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവിടെ ഭഗവാനായിട്ടല്ല കാണുന്നത് കൃഷ്ണനെ. ഭക്തൈജിതത്വം, അതാണ് പറയുന്നത്. തദീയ ഈഷിതജ്ഞേഷു, അതായത് ഐശ്വര്യഭാവത്തിൽ ഭഗവാനെ ആർക്കും സാധിക്കില്ല. വൃന്ദാവനത്തിലെ കൃഷ്ണനെ കീഴ്പ്പെടുത്താൻ, അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ കീഴ്പ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെ ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമേ, ആ ഭക്തി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശുദ്ധമായിട്ടുള്ള സ്നേഹം, പരിശുദ്ധമായിട്ടുള്ള പ്രേമം കൊണ്ട് മാത്രമേ അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഭഗവാൻ അട്രാക്റ്റഡ് ആവുകയുള്ളൂ. അതാണ് വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ പ്രത്യേകത. തദീയ ഈഷിതജ്ഞേഷു ഭക്തേജിതത്വം. അവിടെ ഐശ്വര്യജ്ഞാനം അങ്ങനെയൊന്നുമില്ല. അവിടെ പരിശുദ്ധമായിട്ടുള്ള പ്രേമം മാത്രമാണ്.
പുന പ്രേമത ശത ആവൃത്തി വന്ദേ. അങ്ങനെ ഇവിടെ സത്യവ്രത മുനി പറയാണ്, ആ ഭഗവാന്റെ മുമ്പിൽ, ആ ദാമോദരൻ്റെ മുമ്പിൽ പ്രേമം മാത്രമേ, ഭക്തേ ജിതത്വം പുന പ്രേമത, പ്രേമം കൊണ്ട്, ഭക്തിയുത സേവനങ്ങൾ കൊണ്ട്, പരിശുദ്ധ ഭക്തി കൊണ്ട്, പ്രേമപൂരിതമായിട്ടുള്ള ഭഗവത് ഭാവത്തിലല്ലാതെ, ഐശ്വര്യജ്ഞാന ഭാവത്തിലല്ലാതെ, കൃഷ്ണൻ മോരസഖ മോരപുത്ര മോര പ്രാണപ്രതി, കൃഷ്ണൻ പറയുന്നുണ്ട് ചൈതന്യ ചരിതാമത്തിൽ. ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, മോരപുത്ര, കൃഷ്ണനെ പുത്രനായിട്ട് കാണുന്നവർ, മോരസഖ, കൃഷ്ണനെ കൂട്ടുകാരായിട്ട് കാണുന്നവർ, മോരപ്രാണപതി, പ്രാണനായിട്ട്, പ്രാണപതിയായിട്ട് ഗോപികുമാരെങ്ങനെയാണോ കാണുന്നത്, ആ ഭാവത്തിൽ ഭഗവാനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, ഞാൻ അവരുടെ അധീനതയിലായി പോകും. കൃഷ്ണൻ പറയുന്നു, ഇതാണ് അധീനതയിൽ ആക്കുന്നത് ഭഗവാനെ. ഐശ്വര്യഭാവത്തിൽ വൃന്ദാവനത്തിലെ കൃഷ്ണൻ പോസിബിളല്ല. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് സത്യവ്രത മുനി. ഇനി 4ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ മൂഡ് പതുക്കെ മാറി. ഇത്രയും ആദ്യത്തെ 3 ശ്ലോകത്തിൽ 2 ശ്ലോകത്തിൽ ലീലകൾ പറഞ്ഞു, 2ാമത്തെ ശ്ലോകത്തിലും 3ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞു ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, വൃന്ദാവനത്തിലെ നമ്മുടെ വ്രജേന്ദ്രനന്ദൻ കൃഷ്ണനെ. ഇനി അദ്ദേഹം പതുക്കെ അദ്ദേഹത്തിൻ്റെ ഭാവം മാറുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുവാണ്, വരം ദേവ മോക്ഷം ന മോക്ഷാവതിം വ ന ചന്യം വൃണേഹം വരേഷദപീഹ ഇദം തേ വപുർനാഥ ഗോപാലബാലം സദാ മേ മനസ്യാവിരാസ്താം കിമന്യേ. മനോഹരം. ഇവിടെ സത്യവ്രത മുനി പറയുന്നു, വരം ദേവ മോക്ഷം ന മോക്ഷാവതിം. മോക്ഷാവതിം അദ്ദേഹം പറയുന്നു, വരം, എനിക്ക് അനുഗ്രഹം, അതായത് വരമൊന്നും വേണ്ട. എന്ത് വരം വേണ്ടെന്ന് പറയുന്നു? മോക്ഷം ന, മോക്ഷമൊന്നും എനിക്ക് വേണ്ട. മോക്ഷാവതിം എന്ന് ഉദ്ദേശിക്കുന്നത്, ആദ്യത്തെ മോക്ഷം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അത് എവിടെ പോകുന്നു എന്ന് പറയുന്നില്ല. ഇനി ബ്രഹ്മജ്യോതി മോക്ഷമോ എന്ത് മോക്ഷം വേണമെങ്കിലും നമ്മൾ എടുക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മോക്ഷം വേണ്ട. പിന്നെ 2ാമത് പറയുന്നു മോക്ഷാവതിം വാ ന, മോക്ഷാവതിം വാ ന. അതായത് മോക്ഷാവതിം എന്ന് ഉദ്ദേശിക്കുന്നത് ഈവൻ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാനുള്ള ആ ഒരു മോക്ഷം, അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാൻ ആ ഒരു അനുഗ്രഹം എനിക്ക് തന്നാലും അതും എനിക്ക് വേണ്ട എന്ന് പറയുന്നു. സത്യവ്രത മുനി പറയുന്നു, അതെനിക്ക് വേണ്ട. പിന്നെ ഇനി എന്താണ് വേണ്ടത്? അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്? ഇദം തേവ പൂർണാത ഗോപാലബാലം സദാ മേ മനസ്യാവിരാസ്താം കിമന്യേ. അദ്ദേഹം പറയുന്നു, എനിക്ക് ബ്രഹ്മജ്യോതി മോക്ഷമോ അങ്ങനെയുള്ള മോക്ഷങ്ങളൊന്നും താല്പര്യമില്ല. സാരൂപ്യ, സാമീപ്യ, സായുജ്യ അല്ലെങ്കിൽ സാഷ്ടി, ഒരു തരത്തിലുള്ള മോക്ഷം ഞാൻ ആഗ്രഹിക്കുന്നില്ല. വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള മോക്ഷമാണെങ്കിലും അവിടെ കൊണ്ടുപോകാനാണെങ്കിലും അതും എനിക്ക് ആവശ്യമില്ല, എനിക്ക് താല്പര്യവുമില്ല. അദ്ദേഹം പറയുന്നു വൃണേ അഹം വര ഈശാത് അപ്പി ഇഹ ഇദം തേ വാപ്പു നാഥ ഗോപാലബാലം. എന്താ പറയുന്നത് അദ്ദേഹം? വൃണേ അഹം എന്ന് ഉദ്ദേശിക്കുന്ന അദ്ദേഹം പറയുന്നു, ഞാൻ വൃണേ പ്രാർത്ഥിക്കുന്നു, വര ഈശാത്, എന്ത് വരത്തിന് വേണ്ടി? ഒരു വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു വരങ്ങൾ, മോക്ഷം എന്ന് പറയുന്ന വരമൊന്നും എനിക്ക് വേണ്ട, ഈവൻ വൈകുണ്ഠത്തിലേക്കും പോവേണ്ട. എന്നാൽ ഇവിടെ ഞാൻ വൃണേഹം, ഞാൻ പ്രാർത്ഥിക്കുന്നു, വര ഈശാത്, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു വരം ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്താണ്? അദ്ദേഹം പറയുന്നു, ഇഹ വൃന്ദാവനത്തിൽ, ഇദം തേ വപു നാഥ ഗോപാലബാലം. അതായത് ഈ വൃന്ദാവനത്തിൽ ഇഹ ഇദം തേ വപു എന്ന് പറഞ്ഞാൽ ഈ മനോഹരമായിട്ടുള്ള ദാമോദരൻ്റെ രൂപം, ഗോപാലബാലം, ആ ഗോപാലനായിട്ടുള്ള ദാമോദരൻ്റെ ആ സ്വരൂപം സദാ മേ മനസ്സി ആവിരാസ്തം കിമന്യേ. ആ ഗോപാലബാലൻ്റെ, ആ ദാമോദരൻ്റെ ആ സുന്ദരമായിട്ടുള്ള സ്വരൂപം, വൃന്ദാവനത്തിലെ ദാമോദരൻ്റെ, ഗോപാലബാലൻ്റെ
സുന്ദരമായിട്ടുള്ള സ്വരൂപം സദാമേ മനസ്സി, സദാ സമയവും എല്ലായ്പ്പോഴും മേ മനസ്സി, എൻ്റെ ഹൃദയത്തിൽ ആവിരാസ്തം. അത് ആ ഭഗവാന്റെ ആ ഗോപാലബാലൻ ആയിട്ടുള്ള കൃഷ്ണൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള സ്വരൂപം എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ആവിരാസ്തം, ആ ഹൃദയത്തിൽ അത് പ്രകടമാവട്ടെ. കിം മന്യേ, വേറൊന്നും എനിക്ക് വേണ്ട. വേറെ ഒരു മോക്ഷവും വേണ്ട, വേറെ ഒന്നും എനിക്ക് വേണ്ട. അദ്ദേഹം പറയുന്നു മോക്ഷം വേണ്ട, വൈകുണ്ഠത്തിൽ പോകണ്ട, ഭഗവാൻ ഗോപാലൻ്റെ ദാമോദരൻ്റെ ആ സുന്ദരമായിട്ടുള്ള ആ രൂപം എൻ്റെ ഹൃദയത്തിൽ സദാസമയവും എനിക്കത് കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. അതാണ് പറയുന്നത് സത്യവ്രത മുനി. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയുവാണ്, പ്രകടിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം അടുത്തത് എന്താണെന്ന്. ഇദം തേ മുഖാംബോജം അത്യന്ത നീലേർ വൃതം കുന്തലൈ സ്നിഗ്ധ രക്തൈശ്ച ഗോപ്യ മുഹുശ്ചുംബിതം ബിംബ രക്താധരം മേ മനസ്യാവിരാസ്താമലം ലക്ഷലാഭൈ. അദ്ദേഹം പറയുന്നു ഇവിടെ 5ാമത്തെ ശ്ലോകത്തിൽ ഇതം തേ, അതായത് അങ്ങയുടെ മുഖ അംബോജം, അങ്ങയുടെ മനോഹരമായിട്ടുള്ള മുഖം. അംബോജം എഗെയിൻ കമ്പയർ ചെയ്യുന്നത് എന്തായിട്ടാണ്? താമരയായിട്ട്. അങ്ങ് താമര പോലുള്ള ഈ സുന്ദരമായിട്ടുള്ള അങ്ങയുടെ മുഖം അവ്യക്ത നീലൈ, അതിൻ്റെ ആ മുഖത്തിൻ്റെ നിറവും പറയുകയാണ്, നീല കളറാണ്. വൃതം കുന്തലൈ സ്നിഗ്ധ പറയുന്നു, അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആ മുഖ അംബോജം, മനോഹരമായിട്ടുള്ള താമര പോലുള്ള അതിസുന്ദരമായിട്ടുള്ള മുഖം, നീല നിറത്തിലുള്ള മുഖം. കൃഷ്ണൻ്റെ കളർ ശ്യാമസുന്ദരനാണ് അല്ലേ, നീല നിറത്തിൽ, അവ്യക്ത നീലൈ, ആ നീല നിറത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള താമര പോലുള്ള അങ്ങയുടെ മുഖം. വൃതം കുന്തലൈ സ്നിഗ്ധ, അതായത് കുന്തലൈ എന്ന് പറഞ്ഞാൽ മുടി, നല്ല ചുരുണ്ട മുടിയാണ്, സാധാരണ മുടിയല്ല, നല്ല ചുരുണ്ട മുടി. സ്നിഗ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ 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 സോഫ്റ്റ് ആയിട്ടുള്ള കുന്തലൈ, കൃഷ്ണൻ്റെ മുടി. വൃത്തം, അതായത് ഈ മുഖത്ത് നെറ്റിയിലൊക്കെ ഇങ്ങനെ നെറ്റിയിലിങ്ങനെ സ്പ്രെഡായിട്ട് ഇരിക്കുവാണ് ചുരുണ്ട മുടി. സത്യവ്രത മുനി അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുവാണ് ഭഗവാന്റെ ദാമോദരൻ്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള രൂപത്തെ. അതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വരുന്ന രൂപമാണിത്. ഇതെല്ലാം നമ്മൾ ദാമോദര അഷ്ടകം എല്ലാ ദാമോദര മാസത്തിൽ 2 പ്രാവശ്യം നമാമീശ്വരം സച്ചിദാനന്ദരൂപം ചൊല്ലുന്നുണ്ട്. നല്ല ട്യൂണിൽ, നല്ല ട്യൂണൊക്കെ ഈ ട്യൂണായിരിക്കില്ല, വേറെ ട്യൂണായിരിക്കും. നമ്മുടെ നമാമീശ്വരം സച്ചിദാനന്ദരൂപം ഹൈ രസത്കുന്തലം ഗോകുലേ വ്രജമാനം, ഇതെല്ലാം ചൊല്ലുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പുറകിൽ ആ മീനിങ് ഇതാണ്. സത്യവ്രത മുനിയുടെ ഹൃദയത്തിലുള്ള ഭാവങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ സുന്ദരമായിട്ടുള്ള മുഖ അംബോജത്തിൽ ഈ മുടിയെല്ലാം കുന്തലം, സ്നിഗ്ധ സോഫ്റ്റായിട്ടുള്ള മുടിയെല്ലാം ഇങ്ങനെ മുഴുവനും ഇങ്ങനെ പടർന്നിരിക്കുകയാണ്. അപ്പം നെറ്റിയിലൊക്കെ ഇങ്ങനെ മുടി ഇരിക്കുന്നുണ്ട് കൃഷ്ണൻ്റെ. ആ രൂപത്തെ ഓർത്താൽ മതി. ഇനി സത്യവ്രത മുനി കൃഷ്ണൻ്റെ ആ മുഖത്തെ സൗന്ദര്യമാണ്, ഭംഗിയാണ് അദ്ദേഹം ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ മുടിയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു അദ്ദേഹം. അതിനുശേഷം പറയുന്നു രക്തൈശ്ച ഗോപ്യ മുഹു ചുംബിതം ബിംബാരക്ത അധരം. ഇനി അദ്ദേഹത്തിൻ്റെ അധരത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മുഖമെല്ലാം ആക്ച്വലി യശോദറാണി ചുംബനം കൊടുത്ത് അവിടെയൊക്കെ ചുമന്ന നിറമായിരിക്കുകയാണ് മുഖത്തെല്ലാം. യശോദറാണി ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടി ഗോപാലനെ. യശോദറാണിക്ക് എപ്പോഴും കൃഷ്ണനെ കുട്ടിക്കാലത്തും വലുതാവുമ്പോഴും ഒക്കെ കൃഷ്ണൻ
ഒന്നും പറയണ്ട യശോദറാണിയുടെ സ്നേഹത്തെക്കുറിച്ച്. കൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ അമ്മയുടെ മുമ്പിൽ നിന്ന് കൊടുക്കും. ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യുന്നു. ഓരോ പ്രാവശ്യം ഓരോ പൊട്ടെല്ലാം അല്ലെങ്കിൽ ഗോപി ഡോട്ട്സൊക്കെ ഇടിപ്പിച്ച് കൊടുക്കും. അതേപോലെ കമ്മലൊക്കെ ഇട്ട് കൊടുക്കും, മാലയിൽ ഇട്ട് ഓരോ പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഒരു ഉമ്മ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ നല്ല ഭംഗിയുണ്ട്, അപ്പോൾ ഒരു ഉമ്മ കൊടുക്കും. അങ്ങനെ കൃഷ്ണൻ്റെ മുഖത്തൊക്കെ ചുവന്ന പാടകളാണ്. അമ്മയുടെ സ്നേഹത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പറയുന്നു ബിംബാരക്താധരം. കൃഷ്ണൻ്റെ അതായത് കൃഷ്ണൻ്റെ അധരത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ സത്യവ്രത മുനി പറയുന്നത് അധരം മധുരം നയനം മധുരം. അത് വേറെ ഡിസ്കഷനാണ്, മനോഹരമായിട്ടുള്ള ഡിസ്കഷൻ. ഭഗവാന്റെ മധുരാഷ്ടകം അത് വേറെ ഏതെങ്കിലും ഒരു സത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്യാം. ശ്രീപാദ് വല്ലഭാചാര്യയുടെ മനോഹരമായിട്ടുള്ള കോമ്പോസിഷൻ. അവിടെയും പറയുന്നു അധരം മധുരം. ഇവിടെ നിറത്തിൽ, ബിംബ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഒരു പഴമാണ്. അതിൻ്റെ ആ പഴത്തിൻ്റെ നിറം ചുവപ്പ് നിറമാണ്. ബിംബ പോലെ ചുവന്ന നിറത്തിലുള്ള അധരമാണ് കൃഷ്ണൻ്റെ. അതാണ് ഇവിടെ പറയുന്നത് സത്യവ്രത മുനി. ബിംബാരക്ത അധരം മേ മനസി ആവിരാസ്തം അലം ലക്ഷ്യലാഭേ. വീണ്ടും അദ്ദേഹം പറയുന്നു ആവിരാസ്തം. കഴിഞ്ഞ ശ്ലോകത്തിലും കണ്ടു. അദ്ദേഹം ഇവിടെ പറയുന്നത് ആ കൃഷ്ണൻ്റെ മനോഹരമായിട്ടുള്ള ആ മുഖം ആണ് അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് തലയിലുള്ള മനോഹരമായിട്ടുള്ള സ്നിഗ്ധ കുന്തലത്തെ ഓർക്കുന്നു. അതിനുശേഷം കൃഷ്ണൻ്റെ മനോഹരമായിട്ടുള്ള ആ മുഖത്ത് കവിളിലൊക്കെ ചുമന്നിരിക്കുകയാണ്. ഉമ്മ കൊടുത്ത് ചുംബനം കൊടുത്ത്. അതേപോലെ തന്നെ കൃഷ്ണൻ്റെ അധരങ്ങളെക്കുറിച്ച് ബിംബ ഫ്രൂട്ടായിട്ട് കമ്പയർ ചെയ്യുന്നു. ആ രൂപത്തെ സത്യവ്രത മുനി ഓർക്കുവാണ്, മെഡിറ്റേറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു മനസ്സ് മേ മനസ്സി ആവിരാസ്തം. ഈ ഒരു രൂപം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആവിർഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം. അലം ലക്ഷ്യലാഭേ. ഇതല്ലാതെ ഒരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലക്ഷക്കണക്കിന് വരങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട അതൊന്നും. എനിക്കിത് മാത്രം മതി. ഈ മനോഹരമായിട്ടുള്ള ബാൽഗോപാലൻ്റെ മനോഹരമായിട്ടുള്ള ആ മുഖം എൻ്റെ ഹൃദയത്തിൽ സദാസമയവും എൻ്റെ ഹൃദയത്തിൽ എനിക്ക് കാണാനുള്ള വരം മാത്രം മതി. അല്ലാതെ എനിക്ക് കോടാനുകോടിക്കണക്കിന് വരങ്ങൾ വേറെ ഏതെങ്കിലും തരാമെന്ന് പറഞ്ഞാലും എനിക്ക് താല്പര്യമില്ല, എനിക്ക് വേണ്ട എന്നാണ് സത്യവ്രത മുനി ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്ത് പറയുന്നു? ഇവിടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട്. ഇനി അദ്ദേഹത്തിൻ്റെ വീണ്ടും ഇടയിൽ അപ്പോൾ ഭഗവാന്റെ രൂപത്തെ ഓർത്തു അദ്ദേഹം ആഗ്രഹിക്കുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു. ആ രൂപം, ആ അനുഗ്രഹം വേണമെന്ന് അദ്ദേഹം പറയുന്നു. ഇനി വീണ്ടും അദ്ദേഹത്തിൻ്റെ മൂഡ് പതുക്കെ മാറുവാണ്. കാര്യം നമ്മൾ കണ്ടു നമാമീശ്വരൻ എന്ന് പറഞ്ഞ് നമസ്കാരത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ മുന്നോട്ട് വന്നു അദ്ദേഹം ആ ഒരു ലീലയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തെ ഓർത്ത് അദ്ദേഹം അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനുള്ളിൽ ഒരു ഹ്യൂമിലിറ്റി കടന്നു വരുവാണ്, ഒരു വിനയം കടന്നു വരുന്നു. കാര്യം ചില സമയത്ത് അങ്ങനെയാണ്. അതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ ഭക്തരെല്ലാം, പരിശുദ്ധ ഭക്തർ, അവരിങ്ങനെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ദർശനം കിട്ടുന്നു, ചില സമയത്ത് പോകുന്ന സമയത്ത് വല്ലാത്ത വിഷമമാണ് അവർക്ക്. പെട്ടെന്ന് അപ്പോൾ അവർ വിനയത്തോടുകൂടി വീണ്ടും ഭഗവാനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. എങ്ങനെയാണോ ഗോപികമാരെ കൃഷ്ണൻ രാസലീലയുടെ ഇടയിൽ കൃഷ്ണൻ പോയ സമയത്ത് അവർ ഹാപ്പി ആയിരുന്നു, കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ. പോയതോടുകൂടി അവർക്ക് വിഷമമായി. മാത്രമല്ല അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പിന്നെ സ്തുതിക്കുമായിരുന്നു ഭഗവാനെ, നമസ്കരിച്ചുകൊണ്ടുള്ള സ്തുതി ആയിരുന്നു. അതേപോലെ ഇവിടെ സത്യവ്രത മുനിയുടെയും ഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഭാവം ഇങ്ങനെയാണ് ഇപ്പോൾ. നമോ ദേവ ദാമോദരാനന്ദ വിഷ്ണു പ്രസീദ പ്രഭോ ദുഃഖ ജലാബ്ധിമഗ്നം കൃപാദൃഷ്ടിവൃഷ്ട്യാതി ദീനം ബതാനു ഗൃഹാനേഷു മാമജ്ഞാം ഏദക്ഷി നമോ ദേവ ദാമോദര അനന്ത വിഷ്ണു. ഇവിടെ നമോ, ഞാൻ നമിക്കുന്നു. ദേവദേവൻ ഭഗവാൻ. ദാമോദരൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഉദരത്തിൽ
കയറുകൊണ്ട് കെട്ടിയിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള ദാമോദരൻ്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ് സത്യവ്രത മുനി. അനന്ത വിഷ്ണു, അനന്ത എന്ന് പറഞ്ഞാൽ ഭഗവാൻ അൺലിമിറ്റഡ് ആണ് അല്ലേ. ഭഗവാൻ അനന്ത എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു സീമം അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇല്ല, അതാണ് ഭഗവാൻ. വിഷ്ണു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ ഒരു പേരാണ് ഒന്ന്. രണ്ടാമത് വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ സൃഷ്ടിക്കുന്നത്, ആ സൃഷ്ടി ചെയ്തതിന് ശേഷം സൃഷ്ടിയിലേക്ക് ആരാണോ പ്രവേശിക്കുന്നത് അദ്ദേഹത്തെയാണ് വിഷ്ണു എന്ന് വിളിക്കുന്നത്. നമ്മുടെ വിഷ്ണു, കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു, അവർ നമുക്കറിയാം. കാരണോദകശായ വിഷ്ണു ഈ ഭൗതിക ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, ഗർഭോദകശായ വിഷ്ണുവായിട്ട്. അതിനുശേഷം അദ്ദേഹം പരമാത്മാവായിട്ട് ക്ഷീരോദകശായ വിഷ്ണുവായിട്ടും അദ്ദേഹം പ്രവേശിക്കുന്നു. അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ സൃഷ്ടി ചെയ്യുന്നു, കൂട്ടത്തിൽ അതിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് വിഷ്ണു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം വിഷ്ണു എന്ന് പറയുമ്പോൾ എല്ലായിടത്തും സർവ്വചരാചരങ്ങളിലുമുള്ള ഭഗവാൻ എന്നുള്ളൊരർത്ഥവും വരുന്നു. ഓക്കെ, ഇപ്പോൾ അനന്ത വിഷ്ണു, ഇപ്പോൾ കൃഷ്ണനെ ഇവിടെ ദാമോദരൻ എന്നുള്ള പേര് ഉപയോഗിച്ച് സത്യവ്രത മുനി സ്തുതിക്കുന്നു. അനന്ത എന്ന് വിളിക്കുന്നു കൃഷ്ണനെ, വിഷ്ണു എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഇനി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, നമസ്കാരം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രസീത പ്രഭോ, ഓ കൃഷ്ണ, ഓ ദാമോദര, ഓ അനന്ത, ഓ വിഷ്ണു, പ്രസീത, എന്നോട് കുറച്ച് കനിവ് കാണിച്ചാലോ. ഓ പ്രഭോ, പ്രഭു എന്ന് ഭഗവാനെ വിളിക്കുകയാണ്, എൻ്റെ മാസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ പ്രഭു. പ്രസീത, കനിവ് കാണിച്ചാലും. ദുഃഖ ജാല അബ്ദിമഗ്നം, ഞാൻ ഈ ഭൗതിക ലോകത്തിലെ ദുഃഖജല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക ലോകത്തിലെ ദുഃഖങ്ങളുടെ ആ ജാലത്തിൽ, ജാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, എന്താ പറയുക, നെറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ മത്സ്യത്തെ പിടിക്കാൻ മുക്കുവന്മാർ ഉപയോഗിക്കുന്ന നെറ്റ്, അത് ജാലം എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് നെറ്റിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെ നെറ്റ് എന്ന് പറയും. ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ളത് അല്ലേ, അതിനെയാണ് ജാലം എന്ന് പറയുന്നത്. ഇപ്പോൾ എട്ടുകാലി ഉണ്ടാക്കുന്നത് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ജാലമാണ് അല്ലേ. അതിലാണ് എട്ടുകാലി, മറ്റുള്ള എട്ടുകാലിക്ക് കഴിക്കാനുള്ള ഭക്ഷണം, മഹാപ്രസാദത്തെ പിടിക്കുന്നത് അതിലൂടെയാണ്, ജാലത്തിലൂടെ. അതേപോലെ നമ്മൾ ഭൗതിക ലോകത്തിലെ ഈ ഭൗതിക ക്ലേശങ്ങളുടെ ജാലത്തിലാണ് ഇരിക്കുന്നത്. അതാണ് പറയുന്നത് ദുഃഖജാല. സത്യവ്രത മുനി പറയുന്നു, ഈ ദുഃഖജാലത്തിൽ അബ്ദിമഗ്നം, ഞാൻ മുങ്ങിയിരിക്കുകയാണ്, അതിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൗതിക ലോകത്തിലെ ദുഃഖങ്ങളിൽ, ത്രിവിധ ക്ലേശങ്ങളിൽ, ജന്മമൃത്യു ജരാവ്യാധിയിൽ ഞാൻ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓ ഭഗവാനെ, ഓ ദാമോദര, ഓ അനന്ത, ഓ വിഷ്ണു, ഓ പ്രഭോ, കൃപാദൃഷ്ടി വൃഷ്ട്യ, അങ്ങയുടെ ആ കൃപാദൃഷ്ടി എന്നിലേക്ക് ചൊരിഞ്ഞാലും. അതിദീനം, ഞാൻ വളരെ പതീതനായിട്ടുള്ള വ്യക്തിയാണ്. അതിദീനം, ഞാൻ വളരെ പതീതനായിട്ടുള്ള വ്യക്തിയാണ്. ബത, അതിദീനം, ബത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹോ ഹോ 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 എന്ന് പറയില്ലേ. അതായത് ഓ ഹോ ഹോ, ഞാൻ എത്ര പതീതനാണ്, ആ ഒരു ഭാവത്തിലാണ് സത്യവ്രത മുനി പറയുന്നത്. അതിദീനം ബത, ഞാൻ വളരെ പതീതനായിട്ടുള്ള, ഓഹോ പറയാനില്ല എന്നെക്കുറിച്ച്, ഞാൻ പതീതനാണ്. അതുകൊണ്ട് കൃപാദൃഷ്ടി വൃഷ്ടിയ, അങ്ങയുടെ കൃപാദൃഷ്ടി എന്നിലേക്ക് ചൊരിഞ്ഞാലും. അനുഗ്രഹാണ ഈശാ മാം അജ്ഞാം ഏതി അത് അക്ഷിദൃശ്യ. അദ്ദേഹം പറയുന്നു, അനുഗ്രഹാണ, എന്നെ സ്വീകരിച്ചാലും അങ്ങ്, ഈശ, ഓ ഭഗവാനെ, മാം അജ്ഞാം, ഞാൻ അജ്ഞനാണ്, എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഇതി അക്ഷിദൃശ്യ, എൻ്റെ കൺമുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടാലും, എൻ്റെ കൺമുമ്പിൽ അങ്ങ് ദർശനം തന്നാലും. മനോഹരം, അതിമനോഹരം. സത്യവ്രത മുനി പറയുന്നു, ഞാൻ നമസ്കരിക്കുന്നു, ഓ ദേവ, ഓ ദാമോദര, ഓ അനന്ത, ഓ വിഷ്ണു, പ്രസീത, എന്നോട് കൃപ കാണിച്ചാലും, എന്നിൽ സംതൃപ്തനായാലും. ഓ പ്രഭോ, ഞാൻ ജാലത്തിൽ പെട്ടിരിക്കുകയാണ്, ഭൗതിക ലോകത്തിൽ ദുഃഖജാലത്തിൽ
അബ്ധിമഗ്ന, ഞാൻ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ജന്മജന്മാന്തരങ്ങളായിട്ട്. അതുകൊണ്ട് അങ്ങയുടെ കൃപാദൃഷ്ടി എന്നിലേക്ക് ചൊരിഞ്ഞാലും. അതിദീന, എൻ്റെ അവസ്ഥ പറയാനില്ല, ഞാൻ അത്രയും മോശക്കാരനാണ്, അത്രമാത്രം പതീതനാണ്. അങ്ങയുടെ കൃപ അനുഗ്രഹം എന്നിൽ ചൊരിഞ്ഞാലും ഓ ഭഗവാനെ, ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ അക്ഷിദൃശ്യ, എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എനിക്ക് അങ്ങയുടെ മനോഹരമായിട്ടുള്ള ആ രൂപത്തെ ദർശനം തന്നാലും എന്നാണ് സത്യവർദ്ധ മുനി ഇവിടെ 6ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഭഗവാനോട്, ദാമോദരനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇനി കുവേരാത്മജോ ബദ്ധ മൂർത്തൈവ യദ്വാത് ത്വയാ മോചിതൗ ഭക്തി ഭാജൗ കൃതൗ ച തഥാ പ്രേമ ഭക്തിം സ്വാകം മേ പ്രയച്ഛ ന മോക്ഷേ ഗ്രഹോ മേസ്തി ദാമോദരേഹ. ഇവിടെ അദ്ദേഹം പറയുവാണ്, കുവേര ആത്മജോ ബദ്ധ മൂർത്തിയ ഏവ. കുവേരാത്മജോ അറിയാം, കുവേരൻ്റെ 2 മക്കൾ നളകുവേര മണിഗ്രീവ അല്ലേ. നളകുവേര മണിഗ്രീവ ബദ്ധ മൂർത്തിയ ഏവ, അവരെ രക്ഷിക്കുന്നു, മുക്തരാക്കുന്നു. ബദ്ധ മൂർത്തിയ ഏവ, കൃഷ്ണൻ കണ്ണനെ ഒരലിൽ കെട്ടിയിരിക്കുമായിരുന്നു. ആ ഒരല് കൊണ്ട് അദ്ദേഹം അർജുന മരങ്ങളുടെ ഇടയിലൂടെ പോകുന്നു. അങ്ങനെ കുബേരൻ്റെ മക്കൾ 2 പേർക്കും മുക്തി കിട്ടുന്നു അല്ലേ. അതാ പറയുന്നത് ബദ്ധമൂർത്തി ഏവ, അങ്ങയുടെ ആ ദാമോദരൻ്റെ രൂപത്തിൽ അങ്ങ് ഈ ഒരലും കൊണ്ടുപോയി അവരെ രക്ഷിച്ചു. യത്വത് എന്ന് ഉദ്ദേശിക്കുന്നത് കുബേരാത്മജോ ബദ്ധ മൂർത്തിയ ഏവ യത്വത്, അതായത് അവർ മരങ്ങളായിട്ട് വന്നത്, നാരദമുനിയുടെ ശാപം കൊണ്ട് മരമായി മാറുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒറ്റ സെക്കൻഡ്. ഹരി. സോറി, ക്ഷമിക്കണം. കുബേരാത്മജോ ബദ്ധ മൂർത്തേവ യത്വത് ത്വയാ മോചിതോ അങ്ങ് അവരെ രക്ഷിച്ചു. കുബേരൻ്റെ മക്കളെ എങ്ങനെയാണ് രക്ഷിച്ചത്? ബദ്ധമൂർത്തേവ, അങ്ങ് ബദ്ധനായിരുന്നു. അതാണ് ഇവിടെ ഭഗവാൻ മുക്തി പ്രദാനം ചെയ്യുന്ന വ്യക്തിയാണ്. മുക്തി എല്ലാവർക്കും മുക്തി കൊടുക്കുന്നു. എന്നാൽ ഭഗവാൻ ആ ഒരു ലീലയിൽ മുക്തിയില്ല, കാര്യം കെട്ടിയിട്ടിരിക്കുവാണ്. പക്ഷെ എന്നാലും ആ കെട്ടോട് കൂടിയിട്ട് ഒരലും കൊണ്ടുപോയിട്ടാണ് ബദ്ധരായിട്ടുള്ള കുബേരൻ്റെ മക്കളെ രക്ഷിക്കുന്നത്, കുബേരൻ്റെ മക്കൾക്ക് മുക്തി കൊടുക്കുന്നത്, മരത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മുക്തി കൊടുക്കുന്നത്. ത്വയാ മോചിതോ ഭക്തി ഭാജൗ കൃതൗച്ച. അങ്ങനെ മുക്തി മാത്രമല്ല അവർക്ക് കിട്ടുന്നത്, ഭക്തി ഭാജൗ, അവർക്ക് അങ്ങയുടെ ഭക്തി, പരിശുദ്ധ ഭക്തിയുടെ കൃപാപാത്രങ്ങളാവാൻ അവർക്ക് സാധിച്ചു. ആർക്ക്? കുബേരൻ്റെ മക്കൾക്ക്. തഥാ പ്രേമഭക്തിം സ്വാകം മേ പ്രയച്ഛ. ആ ഒരു പ്രേമം, കുബേരൻ്റെ മക്കൾക്ക് അങ്ങ് കൊടുത്തിട്ടുള്ള കൃഷ്ണപ്രേമം, അവർക്ക് മരത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മുക്തി മാത്രമല്ല കിട്ടിയിട്ടുള്ളത്, അവർക്ക് അങ്ങ് കൃഷ്ണപ്രേമം കൊടുത്തു. ആ പ്രേമം തഥാ പ്രേമഭക്തിം, ആ പ്രേമഭക്തിം സ്വകം മേ പ്രയച്ഛ. ആ പ്രേമഭക്തി എനിക്കും കൂടെ തരൂ. ന മോക്ഷേ, എനിക്ക് മോക്ഷമൊന്നും വേണ്ട. ഓ ദാമോദര, ന മോക്ഷേ ഗ്രഹ മേ അസ്തി ദാമോദര ഇഹ. ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. കുബേരൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു കൃഷ്ണപ്രേമം, ആ പരിശുദ്ധ ഭക്തി എനിക്കും തന്നാലും എന്നാണ് സത്യവ്രതമുനി പ്രാർത്ഥിക്കുന്നത്. കുബേരൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുള്ള മഹാസൗഭാഗ്യത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അവർ 2 പേരും, നളകുബേര മണിഗ്രീവ, മാനസി ഗംഗയിൽ, കൈലാസത്തിലെ ഗംഗയിൽ
കൈലാസത്തിലെ ഗംഗയിൽ കുളിക്കുന്നു, കുറേ സ്ത്രീകളുടെ കൂടെ ലഹരി പദാർത്ഥങ്ങൾ സേവിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ അവർ ശരീരത്തിൽ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. ആ സമയത്ത് നാരദമുനി അവിടെ വരുന്ന സമയത്ത് സ്ത്രീകളെല്ലാവരും ശരീരം മറച്ചു. നളകുവേരം മണിഗ്രീവ അവർ ആ ഒരു ലഹരിയുടെ ആ ഒരു അധീനതയിൽപ്പെട്ട് നാരദമുനിക്ക് റെസ്പെക്റ്റ് കൊടുത്തില്ല. നാരദമുനിയുടെ മുമ്പിൽ അവർ നാണം മറയ്ക്കാതെ നിന്നു. അത് കണ്ടപ്പോൾ നാരദമുനിക്ക് ദേഷ്യമൊന്നും വന്നില്ല. നാരദമുനിയുടെ ശാപം അനുഗ്രഹമാണ് എപ്പോഴും. എപ്പോൾ നാരദമുനി ശപിക്കുന്നുണ്ടോ അതെല്ലാം അനുഗ്രഹമായി മാറും. ദുർവാസമുനിയുടെ ശാപം പോലെയല്ല നാരദമുനിയുടെ ശാപം. ദുർവാസമുനിയും നാരദമുനിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദുർവാസമുനി ഒരു യോഗിയാണ്, എന്നാൽ നാരദമുനി പരിശുദ്ധ ഭക്തനാണ്. നാരദമുനിയുടെ ശാപം അനുഗ്രഹമായി മാറും. നാരദമുനിക്ക് ദേഷ്യം വന്നു എന്ന് എക്സ്റ്റേണലി പറയും, പക്ഷേ നാരദമുനി ആക്ച്വലി അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയും, നീ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ, അതായത് ഒരു ബോധമില്ലാതെ നിൽക്കുവാണ്, ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാതെ, അതുകൊണ്ട് മരങ്ങളായി മാറട്ടെ എന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ നളകുവേര മണിഗ്രീവ നാരദമുനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് തെറ്റുപറ്റി ക്ഷമിക്കണം, ഓ നാരദശ്രീ ഞങ്ങളോട്, ഓ ദേവശ്രീ ഞങ്ങളെ രക്ഷിക്കണം, ശാപം എങ്ങനെയെങ്കിലും പിൻവലിക്കാൻ പറഞ്ഞു. നാരദമുനി പറഞ്ഞു, പിൻവലിക്കാൻ സാധിക്കില്ല, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ മരങ്ങളായിട്ട് മാറും. പക്ഷേ എവിടെയായിരിക്കും നിങ്ങൾ? വൃന്ദാവനത്തിൽ, ഗോകുലത്തിൽ ദാമോദരൻ കളിക്കുന്ന അതേ പൂങ്കാവനത്തിൽ, അതേ കോട്ടയാടിൽ നിങ്ങൾ രണ്ട് മനോഹരമായിട്ടുള്ള വലിയ അർജുന മരങ്ങളായി മാറും. അതേ ദാമോദരൻ തന്നെ, പരമജീവോത്തമ പുരുഷൻ കൃഷ്ണൻ, വൃന്ദാവനത്തിലെ വ്രജേന്ദ്രനന്ദൻ, യശോദനന്ദൻ, ബാൽഗോപാൽ കൃഷ്ണൻ വന്ന് നിങ്ങളെ രക്ഷിക്കും, നിങ്ങൾക്ക് മുക്തി തരും എന്ന് പറഞ്ഞു അനുഗ്രഹിച്ചു. അവരങ്ങനെ മരങ്ങളായി മാറുന്നു. ദാമോദരന് കെട്ടിലാണ്. അപ്പോഴും ദാമോദരന് മുക്തി കൊടുത്തിട്ടില്ല അമ്മ. ദാമോദരൻ മുക്തി കിട്ടിയിട്ടില്ല, അമ്മ കെട്ടിയിട്ടിരിക്കുകയാണ്. മുക്തനാവാത്ത ദാമോദരൻ ഒരെല്ലാം കൊണ്ടുപോയി ഈ രണ്ട് മരങ്ങളുടെ ഇടയിലൂടെ പോയി അങ്ങനെ മരങ്ങളെ കടപുഴകി വീഴുന്നു. അതിൽ നിന്ന് മണിഗ്രീവ നളകുവേരന്മാർ വരുന്നു. അവർ വന്ന് എഴുന്നേറ്റ് ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട്, കാര്യം അവരെന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് ദാമോദരൻ്റെ ലീല, കൃഷ്ണൻ്റെ ലീല കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ ജനിക്കുന്നേക്കാൾ മുമ്പ് അവിടെ ഗോകുലത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ അവിടെ ഓടിക്കളിക്കുന്നതും പശുക്കുട്ടികളുടെ കൂടെ പിന്നാലെ ഓടുന്നതും ചാണകത്തിൽ ഗോമൂത്രത്തിലും കുളിക്കുന്നതും ഉരുളുന്നതും വൃന്ദാവനത്തിൻ്റെ ആ ഒരു മണ്ണിൽ കിടന്നുരുളുന്നതും ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ മുട്ടുമൽ പോകുന്ന ഇതെല്ലാം ഇവർ രണ്ടുപേരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്ന് വരും എൻ്റെ അടുത്തേക്ക്, ഞങ്ങളുടെ അടുത്തേക്ക് എന്ന് വരും, കണ്ണൻ എന്ന് വരും. എല്ലാ ദിവസവും അവർ വിചാരിക്കും ഇന്ന് വരും. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ കാലാകാലങ്ങളായിട്ട്, കുറേ വർഷങ്ങളായിട്ട്. അങ്ങനെ അവസാനമാണ് നമ്മുടെ ദാമോദരൻ ഒരെല്ലുമായിട്ട് പോയി അവരുടെ അടുത്ത് വരുന്നത്. അത് ആ ഒരു മരത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുമ്പോൾ അവർ പുറത്ത് വന്ന് ഉടനെ തന്നെ അവർ പ്രാർത്ഥിക്കുകയാണ്. വേറെ ഒന്നും അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അപ്പോഴാണ് പറയുന്നത്, വാണി ഗുണാനു കഥനേ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മ സുമനസ്തവ പാദയോർണ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിം സദാം ദർശനേസ്തു ഭവത്തനൂനാം. ഓ ഭഗവാനെ, ഓ ദാമോദര, ഞങ്ങൾക്കൊന്നും വേണ്ട. വാണി ഗുണാനു കഥനേ, ഈ നാവ് കൊണ്ട് അങ്ങേ സ്തുതിക്കൽ മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, ഞങ്ങൾക്കൊന്നും വേണ്ട. ശ്രവണോ കഥായാം, അങ്ങയെക്കുറിച്ച് ചെവികൾ അങ്ങയെക്കുറിച്ച് കേൾക്കാൻ മാത്രം. ഹസ്തൗ ച കർമ്മസു, കൈകളും കാലുകളും ഒക്കെ അങ്ങേ സേവിക്കാൻ വേണ്ടി മാത്രം, അങ്ങയുടെ സേവനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്മൃത്യാം ശിരസ് തവ നിവാസ ജഗത് പ്രണാമേ, മനസ്സിലെപ്പോഴും അങ്ങയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം. അതേപോലെ തന്നെ ഈ ശരീരം അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കാൻ വേണ്ടി മാത്രം, ശിരസ് അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൃഷ്ടിയും സദാം ദർശനേ, ഈ ദൃഷ്ടിയാണെങ്കിൽ അങ്ങയുടെ ശുദ്ധ ഭക്തരെ കാണുവാൻ വേണ്ടി മാത്രം, അതേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. വേറെ ഒരു മോക്ഷവും ഒരു അനുഗ്രഹവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദാമോദരൻ ഹാപ്പിയായി കേട്ടപ്പോൾ. ദാമോദരൻ എന്നിട്ട് അവർക്ക് കൊടുത്ത അനുഗ്രഹം എന്താണെന്നറിയോ?
അവരെ തിരിച്ച് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭാഗവത്തിൽ പറയുന്നു അവർ തിരിച്ച് പൊസിഷനിലേക്ക് പോയി എന്ന് പറയും. അതായത് കുബേരൻ്റെ മക്കളായിട്ട് തിരിച്ചു പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ശീല ജീവഗോസ്വാമി, വൃന്ദാവനത്തിലെ ശീല ജീവഗോസ്വാമി, ഭഗവാൻ നിത്യപാർഷദനായിട്ടുള്ള ശീല ജീവഗോസ്വാമി, വിലാസമഞ്ജരിയായിട്ടുള്ള ശീല ജീവഗോസ്വാമിക്ക് അറിയാം അവിടെ ശരിക്കും എന്താ നടന്നിട്ടുള്ളത് എന്നുള്ളത്. ശീല ജീവഗോസ്വാമി പറയുന്നു ഇവർ രണ്ടുപേരുടെയും പൊസിഷൻ എന്താണെന്നുള്ളത്. അവർ തിരിച്ച് ദേവലോകത്തിലേക്ക് പോകുന്നില്ല. അവർ പോകുന്നത് അവർക്ക് പെർമനൻ്റ് ആയിട്ട് ഗോലോക വൃന്ദാവനത്തിൽ, ആധ്യാത്മിക ലോകത്തിലെ ഗോലോക വൃന്ദാവനത്തിൽ അവർക്ക് പൊസിഷൻ കിട്ടുവാണ്. സ്നിഗ്ധകണ്ഠ മധുഖണ്ഡ എന്ന് പറഞ്ഞ 2 പേര്. സ്നിഗ്ധകണ്ഠ മധുഖണ്ഡ ശിലജീവ ഗോസ്വാമി ഗോപാൽ ചമ്പു എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അവരെക്കുറിച്ച്. ഇവർ 2 പേരുടെയും തൊഴിൽ എന്താണെന്ന് വെച്ചാൽ ഓരോ വീടുകളിൽ പോയി കൃഷ്ണൻ്റെ ലീലകളൊക്കെ കേട്ടത് അത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത സ്ഥലത്ത് പോയി പറഞ്ഞു കൊടുക്കുക. കൃഷ്ണൻ്റെ ലീലകൾ ഓരോ സ്ഥലങ്ങളിൽ പോയി പറയുന്നതാണ്. ഇന്ന് അവിടെ ഇത് സംഭവിച്ചു, ഇന്ന് കൃഷ്ണൻ ഈ കാട്ടിലാണ് പോയിട്ടുള്ളത്, ഇന്ന് കൃഷ്ണൻ്റെ കൂടെ ഇത്രയും പശുക്കളുണ്ട്, ഇന്ന് ഈ കളറുള്ള ഡ്രസ്സ് എല്ലാ ദിവസവും പീതാംബരമാണ്, പക്ഷേ എന്നാലും ഇന്നത്തെ ദിവസം സ്പെഷ്യലായിട്ടുള്ള ഒരു ഡെക്കറേഷൻ യശോദറാണി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഓരോ ദിവസത്തെ പ്രത്യേകതകൾ, ഓരോ ദിവസത്തെ ലീലകൾ എല്ലാ വീടുകളിലും പോയി, വൃന്ദാവനത്തിലെ എല്ലാ വീടുകളിലും പോയി പറയലാണ് ഇവരുടെ 2 പേരും ജോലി. അതാണ് അവർ പ്രാർത്ഥിച്ചതും. വാണി ഗുണാനു കഥനെ ശ്രവണോ കഥായം. ഭഗവാൻ പറഞ്ഞു തഥാസ്തു, ഞാൻ അനുഗ്രഹിക്കുന്നു. ഓ മണിഗ്രീവ നടക്കുവര, നിങ്ങൾ ഇനി മുതൽ മധുഖണ്ഡ സ്നിഗ്ധഖണ്ഡ എന്നുള്ള പേരിൽ അറിയപ്പെടും. നീ ഗോലോക വൃന്ദാവനത്തിൽ നിത്യ പാർഷദരായിട്ട്, എൻ്റെ ഭക്തരായിട്ട് ഗോലോക വൃന്ദാവനത്തിലുണ്ടാവും. നിങ്ങളുടെ അനുഗ്രഹം പോലെ തന്നെ വാണി ഗുണാനു കഥനെ, നിങ്ങളുടെ ഒരു ജോലിയും അത് തന്നെയാണ്. നിങ്ങളുടെ തൊഴിൽ എന്താണ്? എൻ്റെ ലീലകൾ എല്ലായിടത്തും പോയി പറയലാണ് നിങ്ങളുടെ ജോലി. ഹാ ഹാ ഹാ, എന്ത് നല്ല ജോലി. ഓ ഭഗവാനെ, അതാണ്. ഇത് ആർക്കറിയാം? സത്യവ്രതമുനിക്കറിയാം. അതുകൊണ്ടാണ് ഈ കുബേരൻ്റെ മക്കളെക്കുറിച്ച് സത്യവ്രതമുനി ഇവിടെ പറയുന്നത്. കുബേര ആത്മജോ ബദ്ധമൂർത്തേവ യദ്വത് ത്വയാ മോചിതോ ഭക്തി ഭാജോ. അങ്ങ് ആ കുബേരൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു അനുഗ്രഹം, ആ പരിശുദ്ധ ഭക്തി, ആ ഒരു പൊസിഷൻ, പ്രേമഭക്തി എനിക്കും തന്നാലും വേറെ ഒന്നും എനിക്ക് വേണ്ട. ന മോക്ഷേ ഗ്രഹാമേ അസ്തി, ന മോക്ഷേ, എനിക്കൊരു മോക്ഷം വേണ്ട, ഒരു മോക്ഷം വേണ്ട. അസ്തി, ഓ ദാമോദര, ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ സത്യവ്രതമുനി പറയുന്നത്. അവസാനത്തെ ശ്ലോകം. നമസ്തേസ്തു ധാംനേ സ്ഫുരദീപ്തിധാംനേ, നമസ്തേസ്തു ധാംനേ സ്ഫുരദീപ്തിധാംനേ തദീയോത്തരായാത വിശ്വസ്യ ധാംനേ. നമോ രാധികായേ ത്വദീയ പ്രിയായേ, നമോ നന്തലീലായ ദേവായ തുഭ്യം. സത്യവ്രതമുനി അവസാനം അദ്ദേഹം വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, നമസ്തേ ഓ ദാമോദര, നമസ്തേ ധാംനെ. അദ്ദേഹം പറയുവാണ്, ഞാനിപ്പോൾ ഇനി നമസ്കരിക്കുന്നത് അങ്ങയുടെ വയറിൽ കെട്ടിയിട്ടുള്ള ആ കയറിൻ്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. കാര്യം അദ്ദേഹം പറയുവാണ്, സത്യവ്രതമുനി പറയുവാണ്, ആ കയറ്, ഓ എത്രയോ ഭാഗ്യം ചെയ്തിരിക്കുന്നു, അങ്ങയുടെ ശരീരത്തിൽ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ ആ കയറിൻ്റെ മുമ്പിൽ, കയറൊരു വ്യക്തിയാണ്, കയറ് വെറും ഒരു കയറല്ല, വ്യക്തിയാണ്. കയറാവുന്ന ആ പരിശുദ്ധ ഭക്തൻ അങ്ങയുടെ ഉദരത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. സത്യവ്രതമുനി കയറിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. പിന്നീട് പറയുന്നു, കയറിൻ്റെ മുമ്പിൽ നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹം പറയുവാണ്, പിന്നെ മനോഹരമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ആ കയറിനെക്കുറിച്ചും വയറിലുള്ള കയറിനെക്കുറിച്ച് ഭംഗിയുള്ള, ഒരുപാട് തേജസ്സുള്ള ഭംഗിയുള്ള കയറെന്നാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ ഇനി ആദ്യം കയറിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു, പിന്നെ ഞാൻ നമസ്കരിക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ മുമ്പിൽ, അങ്ങയുടെ വയറ്. ആദ്യം കയറിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു, നമാമി. ഇവിടെ പറയുന്നത് വയറിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. ഓ കാര്യം ആ വയറ്റിനകത്ത് എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഉണ്ട്. യശോദരാണി വായിക്കകത്ത് കണ്ടതാണ് എല്ലാം, അല്ലേ? ഇപ്പോൾ ആ വയറ്റിനകത്ത് എല്ലാം ഉണ്ട്, സൃഷ്ടി മുഴുവനും ഉണ്ട്. ആ വയറിൻ്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, നമോ രാധികായേ.
നമോ രാധികായെ ത്വതീയ പ്രിയായെ. ഇനി സത്യവ്രത മുനി നമസ്കരിക്കുന്നു. ഇത്രയും നേരം രാധാറാണിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ അവസാനം ദാമോദരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഇത്രയും നേരം ദാമോദരൻ ഹാപ്പിയാണ് കേട്ടിട്ട്, എല്ലാം ഹാപ്പിയാണ്, യശോധറാണിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും സത്യവ്രത മുനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ദാമോദരൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, സത്യവ്രത മുനി പറയുന്നത്, നമോ രാധികായെ ത്വതീയ പ്രിയായെ. അത് കേട്ടപ്പോൾ കൃഷ്ണൻ ഹാപ്പിയായി. ഇനിയൊന്നും എനിക്കില്ല, എൻ്റെ രാധാറാണിയുടെ പേരും അങ്ങ് ഇവിടെ പറഞ്ഞു. രാധാറാണിയുടെ മുമ്പിൽ അദ്ദേഹം നമസ്കരിക്കുന്നു സത്യവ്രത മുനി. അതും കൂടെ ആയപ്പോൾ ദാമോദരൻ പറഞ്ഞു, സത്യവ്രത മുനി ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് സന്തോഷമായി എനിക്ക്, അങ്ങയുടെ ആഗ്രഹമെല്ലാം നടക്കും. തഥാസ്തു, അങ്ങ് എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അത് ഞാൻ അനുഗ്രഹിക്കുന്നു. ഹരി ബോൽ. ഇതാണ് ദാമോദരാഷ്ടകം. ദാമോദരാഷ്ടകത്തിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമാണ്. ഇതിൻ്റെ കുറേ ഫേസറ്റ്സ് ഉണ്ട്, ആചാര്യന്മാർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. അപ്പോൾ ദാമോദര ലീലയിലെ പാഠങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടിയില്ല. മേ ബി അടുത്ത ആഴ്ച സമയമുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, സോ താങ്ക് യു. ശ്രീ ദാമോദരാഷ്ടകം കി ജയ്. श्री दामोदर लीला की जाए. ब्रजेंद्र नंदन, यशोदा नंदन, नंद नंदन, दामोदर भगवान की जाए. श्रीमती राधारानी की जाए. सत्यव्रत ऋषि की जाए. शिला सनातन गोस्वामी और आचार्यस की जाए. गौड़ीय गुरुवृंद की जाए. जगत गुरु शिला प्रभुपाद की जाए. कार्तिक महीना की जाए. कार्तिक व्रत की जाए. जय जय श्री राधे श्याम. श्री वृंदावन धाम की जाए. हरे कृष्ण. थैंक यू. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു ശ്ലോകം ഒരു ദിവസം എടുക്കേണ്ടതാണ്. ജയ ഹരേ കൃഷ്ണ. അപ്പൊ പ്രഭുജി ഒരുപാട് വിസ്തരിച്ച് പറയുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് കേൾക്കാനുണ്ടാവും ഒരുപാട്. അങ്ങനെ ഓടിച്ചു പോകുമ്പോ വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ദാമോദര മാസം, അടുത്ത വർഷം ഭഗവാൻ അനുഗ്രഹിച്ചാൽ വിൽ ഡിസ്കസ് ചെയ്യാം. കുറേ ഉണ്ട് ആക്ച്വലി, കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ജനറൽ മീനിങ് മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഗൂഹ്യമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആചാര്യന്മാർ പറയുന്നുണ്ട്. സോ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം ഭഗവാൻ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം, ശ്രമിക്കാം. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ?